വെൽക്കം ബാക്ക്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ? ക്രിസ്മസിനൊക്കെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കണ്ട, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 3 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ നൈറ്റി ബിറ്റ് ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ വീതിക്ക് ഇതിനൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ വീതിയുടെ പാർട്ട് കൊണ്ടൊന്ന് ഹാഫായിട്ട് ഇതിനെ മടക്കുകയാണ്. തുണീനെ ഞാനിപ്പോൾ ഇവിടെ വീതിക്ക് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടേക്കുകയാണ്. ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം ഇവിടെയാണ് കേട്ടോ. ഇനി നമുക്ക് അടിഭാഗത്തേക്കുള്ള ഫ്രില്ലിനുള്ള പോർഷൻ ആദ്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 8 ഇഞ്ചാണ് എനിക്ക് ഫ്രില്ലിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രില്ല് കട്ട് ചെയ്തെടുക്കുന്നത്. 1 ഇഞ്ച് നമുക്ക് അടിഭാഗം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് നമുക്ക് ബോഡി പോർഷനായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ 9.5 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഫ്രില്ലിനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രില്ലിനായിട്ട് ടോട്ടൽ 3 പീസാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കണേ. 3ൻ്റെയും ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കണ 9.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. 9.5 ഇഞ്ചിൽ 3 പീസ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രില്ലിൻ്റെ 3 പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസുകൾ മാറ്റി വയ്ക്കാം. ഇനി ബോഡി പോർഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ബോഡി പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ ബോഡി പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ തുണീനെ വീതിക്ക് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുണീനെ വീതിക്കൊന്ന് ഹാഫായിട്ടാണ് മടക്കിയിട്ടിരിക്കണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് തുണീനെ നീളത്തിൽ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നീളത്തിൽ ഇതിനെ ഹാഫായിട്ട് മടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ഒന്നും കൂടി ഇതിനെ ഹാഫായിട്ട് മടക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തുണി 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് മടക്കി വരുന്ന ഭാഗം ഈ ഒരു മുകൾ ഭാഗത്താണ് കേട്ടോ കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 പീസായിട്ട് മടക്കാണ്. 2 പീസായിട്ട് ഫോൾഡഡ് ആയിട്ട് കിടക്കുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്ന കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തുണി 4ആയിട്ട് മടക്കിയിടുക. ഇനി ബോഡി പാർട്ട് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബോഡി പോർഷണൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുൾ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക. എനിക്കിവിടെ 44 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് വേണ്ടത്. അതിൽ 8 ഇഞ്ച് നമ്മൾ ഫ്രില്ലിനായിട്ടുള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 44 - 8 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 36 ഇഞ്ച് കിട്ടും. ആ ഒരു 36 ഇഞ്ചാണ് ബോഡി പോർഷണൽ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഈ 36 ഇഞ്ച് ഡയറക്റ്റ് അങ്ങ് മാർക്ക് ചെയ്യാൻ പാടില്ല. ഈ 36 ഇഞ്ചിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ടും 1/2 ഇഞ്ച് നമ്മുടെ ഫ്രില്ല് അറ്റാച്ച് ചെയ്യാനായിട്ടും. അപ്പോൾ 36ൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്ത് ഇപ്പോൾ ബോഡി പോർഷനിൽ മാർക്ക് ചെയ്യണം 37 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നേരെ അടിയിലേക്ക് 37 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. ആദ്യമേ തന്നെ ഈ ഒരു മുകൾ ഭാഗത്ത് നമുക്ക് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് ആം ഹോളിൻ്റെ ഇറക്കവും 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 6.5 ഇഞ്ച് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഞാനിവിടെ 9.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 9.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് വേസ്റ്റിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലിറ്റ് ഓപ്പണിൻ്റെ ഇറക്കം ഞാനൊരു 18 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 18 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വേസ്റ്റിൻ്റെ അവിടെ ഞാൻ 8 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അവിടെയും തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ ഞാനൊരു 10.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതങ്ങ് ഷേപ്പ് ചെയ്തങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ.
ഇപ്പം നമ്മളിത് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ നെക്കിൻ്റെ വീതിയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നെക്കിൻ്റെ വീതി ഞാനിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനൊന്ന് ചെരിച്ചങ്ങ് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കർവ്, ആം ഹോൾ കർവ് വരയ്ക്കാം. അതിനായിട്ട് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ താഴേക്ക് എത്രയുണ്ടെന്നൊന്ന് അളന്ന് നോക്കുക. അപ്പം നമുക്ക് 6 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ കറക്റ്റ് പകുതി കണ്ടിട്ട് 3 ഇഞ്ചിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ആ ഒരു ആം ഹോൾ കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ ആം ഹോൾ കർവ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് നമ്മൾ എ ലൈനിനൊക്കെ മാർക്ക് ചെയ്യില്ലേ, അതുപോലെ തന്നെ അങ്ങ് ചെരിച്ചടി വരെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം ഇതുപോലെ നേരെ അടിയിലേക്ക് ഒന്ന് ഡയഗണലായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അടിഭാഗത്തു നിന്ന് മുകളിലേക്ക് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അടിവശത്തു നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഈ ഒരു അടിഭാഗം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അടിഭാഗം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഭംഗിയായിട്ട് നമുക്ക് ഈ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ വരച്ചേക്കട തന്നെ നമ്മൾ ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതേ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ബാക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വീതി 4 ഇഞ്ചാണ്. ആ ഒരു 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിതിൽ എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വി തന്നെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കണേ. ഇനി ഇവിടെയും വി തന്നെ ഒന്ന് കർവ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബോഡി പോർഷൻ്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നെക്കിലേക്ക് വയ്ക്കാനുള്ള ഫ്രില്ലിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നെക്കിലേക്ക് വെക്കാനുള്ള ഫ്രില്ലിനുള്ള പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കണേ. ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ലെങ്ത്ത് 38 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കണേ. അപ്പോൾ നീളം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ എടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് 4.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് നെക്കിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട്. പിന്നെ ഞാനിവിടെ മടക്കി അടിക്കാനായിട്ട് പ്രത്യേകിച്ച് എടുത്തിട്ടില്ല, കാരണം ഇത് തേരുവശമായതുകൊണ്ട് മടക്കി അടിക്കുന്നില്ല. ഇനിയിപ്പോൾ മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ടോട്ടൽ 4.5 ഇഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. 4 ഇഞ്ച് എനിക്ക് വേണ്ട ലെങ്ത്ത്, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെയാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാൻ ഇതുപോലെ 2 ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ലീവ്സ് ഒന്ന് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രോസ് പീസും ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കട്ടിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.